ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം SSC-GD നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഇന്നേക്ക് 7 നാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSC-GDക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ അറിയണ്ടേ, എന്താണ് പരീക്ഷ, ഏതൊക്കെയാണ് പരീക്ഷ എന്നൊക്കെ. 10ാം ക്ലാസ് യോഗ്യതയുള്ള 23 വയസ്സ് വരെ പ്രായമുള്ള ഏറ്റവും ക്രീമായിട്ടുള്ള യങ്സ്റ്റേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ SSC-GD എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടായിരിക്കും. മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് കേന്ദ്ര ഗവൺമെൻറ് ജോലിയെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ളത്. 10ാം ക്ലാസ് മാത്രം പാസ്സായ ഏതൊരാൾക്കും വളരെ നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ജോലിയാണ്. ഇപ്പോൾ പട്ടാളത്തിലേക്ക്, ആർമിയിലേക്കൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ കോൺസ്റ്റബിളൊക്കെ ആഗ്രഹിച്ചിട്ട് ആഴ്ചകളും മാസങ്ങളോളം നമ്മൾ ഇതിനുവേണ്ടി സമരം ചെയ്ത് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ 100% ജോലി കിട്ടുന്ന ഒരു തസ്തികയാണ് ഈ GD. അപ്പോൾ GD എങ്ങനെയാണ് പരീക്ഷ, എങ്ങനെയാണ് അതിൻ്റെ രീതികളെന്നെങ്കിലും ഒന്ന് അറിയണമല്ലോ. വളരെ എളുപ്പമുള്ളൊരു പരീക്ഷ ആയതുകൊണ്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാം പാറ്റേണിലേക്ക് തന്നെ കിടക്കാം. എക്സാം പാറ്റേൺ വളരെ സിമ്പിളാണ്. സാധാരണ ഇതിലുള്ളതുപോലെ 100 ചോദ്യമൊന്നുമില്ല. ഇവിടെ വെറും 80 ചോദ്യം മാത്രമേ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുള്ളൂ. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമാണ്. അങ്ങനെ 160 മാർക്കാണുള്ളത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഉള്ളതുപോലെ ഏതാണ്ട് 0.25 മാർക്ക് ഇതിന് നെഗറ്റീവാണ്. നെഗറ്റീവ് മാർക്ക് കുറച്ച് കുറവാണ്. അതായത് 2 മാർക്കിൽ ഒരു ഉത്തരം തെറ്റുമ്പോൾ നമുക്ക് 0.25 മാർക്കേ ഇതിന് നെഗറ്റീവ് വരുന്നുള്ളൂ. എക്സാമിന് ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. അതായത് സമയം ഇതിനകത്തൊരു വില്ലനാണ് എന്നത് ഓർത്തിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട റിയാലിറ്റിയാണ്. കഴിഞ്ഞ തവണയൊക്കെ 33 ചോദ്യം, അതായത് ഇതിൽ 33 ചോദ്യം ശരിയാക്കിയവർക്കൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 32-33 ചോദ്യമൊക്കെ ക്ലിയർ ചെയ്ത് ജനറൽ കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഇതിന് പല സമയത്താണ് നടക്കുന്നുണ്ട്. ഇതിനകത്തൊരു നോർമലൈസേഷൻ വരും. നോർമലൈസേഷൻ വന്ന് 60-70 മാർക്കൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ ഒരു 80-ൽ ഒരു 30 ചോദ്യമൊക്കെ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇതിനകത്ത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നതെന്നുള്ളതാണ്. ബേസിക് ടോപ്പിക്കുകൾ മാത്രമാണ്. ആദ്യമായിട്ട് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. 20 ചോദ്യമാണ്, 40 മാർക്ക് തന്നെ, ഒരേ വെയിറ്റേജ് ആണ്. ഇനി അടുത്തത് ജനറൽ നോളജ് ആണ്, അത് 20 ചോദ്യമാണ്, 40 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്. ഇനിയും എലമെൻ്ററി മാത്തമാറ്റിക്സ് ആണ്, 20 ചോദ്യമാണ്, അതിന് 40 മാർക്കാണ്. ഇനിയും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇവിടെ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിന് 20 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക്, 40 മാർക്ക്, 20 ക്വസ്റ്റ്യന് 40 മാർക്കുമാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് വരുന്നത്. കണ്ടല്ലോ, ഇതാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സാധാരണ SSC എന്നുള്ളൊരു പേടിയിലൊന്നും ആരും അപ്രോച്ച് ചെയ്യേണ്ട. വളരെ കൃത്യമായിട്ട് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. വെറും 1-2 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഫിസിക്കലുണ്ട്. ഫിസിക്കൽ കുറച്ച് കടുത്ത ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതിന് നമുക്ക് ശ്രമിച്ചാൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രായത്തിനകത്തുള്ള എല്ലാവരും തയ്യാറെടുക്കണം. ഇപ്പോൾ 23 വയസ്സാണ് ജനറൽ കമ്മ്യൂണിറ്റിക്ക്, OBCക്ക് 3 വർഷം ഇളവുണ്ട്, SC/STക്ക് 5 വയസ്സ് വരെ ഇളവുണ്ട്. അതായത് 28 വയസ്സ് വരെ അവർക്ക് എഴുതാമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മുടെ കോഴ്സ് SSC ഫോക്കസ് ബാച്ച് എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ ഇവിടെ ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള കോഴ്സുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇനി വരുന്ന കുറച്ച് നാളത്തേക്ക് നമ്മൾ തീർത്തും എന്താണ് ഈ GD ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ക്ലാസ്. നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നവരെ നമ്മൾ ഇൻറ്റൻസീവായിട്ടാണ് കോച്ചിങ് തരുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈം ഇല്ല, നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെയാണ് ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെപ്പറ്റി അറിയാം, ഈ തന്നിരിക്കുന്ന കോഴ്സിനെ പറ്റിയും ഇനി ഈ ജോലിയെ പറ്റിയും കൂടുതൽ അറിയണമെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മറക്കണ്ട, താഴത്തെ ലിങ്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.